ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. പാപനാശകാരണ നമോ നമോ, പാപനാശകാരണ നമോ നമോ, പാരിതിൽ നരനായുരിച്ച പരാപര പൊരുളേ നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. സർവലോകനായക നമോ നമോ, സർവലോകനായക നമോ നമോ, ജീവനറ്റവരിൽ കനിഞ്ഞ നിരാമയ വരദ നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവജാലപാലക നമോ നമോ, ജീവജാലപാലക നമോ നമോ, ദിവ്യകാന്തിയിലാകെ ചന്തത മാറ്റും ഭാസ്കര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. മന്നവേന്ദ്ര സാദരം നമോ നമോ, മന്നവേന്ദ്ര സാദരം നമോ നമോ, മനുകുലത്തിന് വലിയ രക്ഷണീയതയാപര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപികൾക്കമിതാനന്ദ പ്രദന കൃപാകര നീവാവാനൂർ വാഴ്ത്തും നായക, നീവാവാനൂർ വാഴ്ത്തും നായക. ഗലാത്യർക്കെഴുതിയ ലേഖനം 3-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, മരത്തിൻ്റെ മേൽ തൂങ്ങുന്നവൻ എല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങി. ജീവവചന പ്രഭാത ധ്യാന ചിന്തയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അനുഗ്രഹിക്കപ്പെടേണ്ടതിന് വേണ്ടി കൊടുത്ത വില എന്നൊരു വിഷയമാണ് നാം ഇന്ന് പ്രഭാതത്തിൽ ചിന്തിക്കുന്നത്. കൂടപ്പിറപ്പുകളെ, ശാപമരണത്തിൽ നിന്ന് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരായ ദൈവമക്കൾ അവർ വലിയ അനുഗ്രഹത്തിലേക്കും നിലനിൽക്കുന്ന ജീവനിലേക്കും പ്രവേശിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ന്യായപ്രമാണത്തിൻ്റെ ശാപം മരണശിക്ഷയാണ്. നാം അനുഭവിക്കേണ്ടിയിരുന്ന മരണശിക്ഷ ക്രിസ്തുവേശു തൻ്റെ മേൽ ഏറ്റെടുത്തതുകൊണ്ട്
കാൽവരി ക്രൂശിൽ മരിക്കുകയും നമ്മെ വീണ്ടെടുക്കുകയും ചെയ്തിരിക്കുകയാണ്. പാപത്തിൻ്റെ ശമ്പളമായ മരണശിക്ഷ നമ്മിൽ നിന്ന് എടുത്തു മാറ്റപ്പെട്ടതിനാൽ നാം ഇന്ന് നിഷ്കളങ്കരും ദൈവദൃഷ്ടിയിൽ നീതിമാന്മാരും ആക്കപ്പെട്ടിരിക്കുന്നു. അനുഗ്രഹം അനുഭവിക്കേണ്ടതായ ഒരു ജീവിതവും സമൃദ്ധമായ ജീവനും നമുക്ക് തരേണ്ടതിനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശാപമരണം ഏറ്റെടുക്കുകയും ന്യായപ്രമാണത്തിന് ശാപത്തിൽ നിന്ന് നമ്മെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയും അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശു മുഖാന്തരം നമ്മിലേക്ക് ചൊരിയപ്പെടുവാൻ ഇടയാക്കുകയും ചെയ്തിരിക്കുന്നു. പ്രിയരെ, മനുഷ്യൻ തൻ്റെ പാപത്തിനായി ശിക്ഷിക്കപ്പെടേണ്ടിയിരുന്നപ്പോൾ ദൈവത്തിൻ്റെ ഉയർത്തപ്പെട്ട ഒരു ചോദ്യം: ആരെയാണ് ഞാൻ ശിക്ഷിക്കേണ്ടത്? അതിനുത്തരം പറഞ്ഞത് പുത്രനെ ക്രിസ്തുവാണ്. ശിക്ഷിക്കപ്പെടേണ്ട മനുഷ്യന്റെ സ്ഥാനത്ത് പുത്രൻ കയറി നിന്നുകൊണ്ട് പറഞ്ഞത്: അവർ ശിക്ഷിക്കപ്പെടേണ്ടതിന് പകരം ഞാൻ ശിക്ഷയേൽക്കാം. അവർ ശിക്ഷയിൽ നിന്ന് വിടുവിക്കപ്പെടട്ടെ. അപ്രകാരം ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടവരാണ് മനുഷ്യൻ. ഒരിക്കൽ ബന്ധനത്തിലായിരുന്ന അടിമകളെ പോലെ ആയിരുന്നു നാം ഓരോരുത്തരും. ന്യായപ്രമാണം നമ്മുടെ യജമാനനുമായിരുന്നു. നാം സ്വതന്ത്രരാകേണ്ടതിന് ആരെങ്കിലും യജമാനന് മറുവില നൽകേണ്ടിയിരുന്നു. കൊടുത്തു തീർത്താലും തീരാത്ത ആ വില യേശു ക്രിസ്തു നമുക്ക് വേണ്ടി കൊടുത്തു. മനുഷ്യർക്ക് ആർക്കും കൊടുക്കാൻ കഴിയാത്ത ആ വില നമ്മുടെ കർത്താവ് നൽകി. അതുകൊണ്ട് തന്നെ നാം ഇപ്പോൾ ന്യായപ്രമാണത്തിൻ്റെ ബന്ധനത്തിന് കീഴിലല്ല. നാം ഇന്ന് ക്രിസ്തുവിനുള്ളവരാകുന്നു. അവൻ നമ്മുടെ വില കൊടുത്ത് നമ്മെ തനിക്ക് വേണ്ടി വിലയ്ക്ക് വാങ്ങി. ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരമെന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കിയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവരല്ല എന്നും അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:19 വാക്യത്തിൽ ഇങ്ങനെയാണ് ചോദിക്കുന്നത്. എന്നാൽ 1 കൊരിന്ത്യർ 7 വായിക്കുന്നത്: നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു, മനുഷ്യർക്ക് ദാസന്മാരാകരുത്. പ്രിയരെ, മരണശിക്ഷ ഏറ്റെടുത്ത ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന് കീഴിൽ ജനിക്കിയാലും നമുക്ക് വേണ്ടി നമ്മുടെ പാപം ഏറ്റെടുത്ത് പാപമാകയാലും പാപത്തിനു വേണ്ടിയുള്ള മരണത്തിൻ്റെ ശാപം അവൻ്റെ മേൽ ആയി. പാപം അറിയാത്തവനെ നാം അവനിൽ ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപം ആക്കി എന്ന് പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നാം എല്ലാവരും ആടുകളെപ്പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവൻ്റെ മേൽ ചുമത്തി. പ്രിയരെ, ന്യായപ്രമാണം ആവശ്യപ്പെട്ടിരുന്നത് കഠിനമായതായിരുന്നു. അത് നിർവഹിക്കുന്നതിൽ പരാജയപ്പെട്ടതിനാൽ ക്രിസ്തു ഒഴികെ എല്ലാവരും ആ ശാപത്തിന് വിധേയരാണ്. ക്രിസ്തു ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചതാണെങ്കിലും ശാപത്തിന് കാരണക്കാരനല്ല, കാരണം അവൻ നീതിമാനായിരുന്നു എന്ന് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് എഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവൻ ശാപമായി തീർക്കപ്പെട്ടതിന് കാരണം മനുഷ്യന്റെ പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും അതിൻ്റെ ശിക്ഷയായ മരണത്തിൽ നിന്നും മനുഷ്യനെ വീണ്ടെടുത്ത് അബ്രഹാമിൻ്റെ അനുഗ്രഹം ജാതികളായ മനുഷ്യരിലേക്ക് അവൻ മുഖാന്തരം വരേണ്ടതിനു വേണ്ടിയായിരുന്നു. ആ അനുഗ്രഹം അബ്രഹാമിൻ്റെ പുത്രനായ ദൈവപുത്രനായ ക്രിസ്തുവിൽ കൂടി മാത്രമേ സാധ്യമാകുകയുള്ളായിരുന്നു. അബ്രഹാമിനോട് ദൈവം ചെയ്ത വാഗ്ദാനത്തിൽ അനേക അനുഗ്രഹങ്ങളോടൊപ്പം വിശ്വാസത്താലുള്ള നീതീകരണമാകുന്ന അനുഗ്രഹവും ഉൾപ്പെടുന്നതാണ്. അബ്രഹാമിന് വാഗ്ദത്തം നൽകിയ അനുഗ്രഹം പുതിയ നിയമത്തിൽ നിവൃത്തിയാകേണ്ടതിന് ക്രിസ്തു ശാപമായി തീരുകയും ക്രൂശിൽ യാഗമായി തീർന്നിരിക്കുന്നതിനാലും അവൻ്റെ യാഗമരണത്തിൽ വിശ്വസിക്കുകയും അവനിൽ ആയിത്തീരുകയും ചെയ്യുന്ന ഏതൊരു വിശ്വാസിക്കും ഇന്ന് പ്രാപിക്കുവാനുള്ള അവകാശം ലഭിച്ചിരിക്കുകയാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നാം അബ്രഹാമിൻ്റെ യഥാർത്ഥ മക്കളായിത്തീരുന്നു എന്ന് മാത്രമല്ല, നാം ദൈവത്തിൻ്റെ മക്കളുമാകുന്നു. അതുമാത്രമല്ല,
നമുക്ക് പരിശുദ്ധാത്മാവെന്ന വാഗ്ദാനം ലഭിക്കുകയും ചെയ്തിരിക്കുന്നു. അത് സ്വർഗത്തിൽ നമുക്ക് ലഭിക്കുവാൻ പോകുന്ന അനുഗ്രഹത്തിൻ്റെ അച്ചാരം കൂടിയാണ്. കൂടപ്പുറപ്പേ, ദൈവം അബ്രഹാമിനും അവൻ്റെ സന്തതികൾക്കും നൽകിയിരിക്കുന്ന വാഗ്ദത്തം രക്ഷയും രക്ഷിക്കപ്പെടുന്നവരുടെ അനുഗ്രഹങ്ങളും അവകാശങ്ങളുമാണ്. അത് നമുക്ക് അവകാശമാക്കി എടുക്കുവാൻ നാം വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. നാം ആ അനുഗ്രഹം അനുഭവിക്കുന്നവരായി തന്നെ നമ്മുടെ പദവി ഉറച്ചു നിൽക്കുവാൻ നാം ശ്രമിക്കണം. അപ്രകാരം ഉറച്ചു നിന്ന് ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടാൻ എല്ലാവർക്കും ഇടയായിത്തീരും. ഇന്ന് പകലിലും അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിക്കുവാൻ സർവശക്തനായ കർത്താവ് കൃപ പകരട്ടെ. പ്രാർത്ഥനയ്ക്കായി നമ്മുടെ കണ്ണുകളെ പരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസം പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത തിരുവചനം ശ്രദ്ധയോടെ കേട്ട് അനുഗ്രഹിക്കപ്പെടുവാൻ ഞങ്ങൾക്ക് തന്ന അവസരത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ മക്കളെ ഓരോരുത്തരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലായിത്തീർന്നിട്ടില്ലാത്തവർ ക്രിസ്തുവിലായിത്തീരുവാൻ അവരുടെ ശാപവും മരണവും എന്നേക്കുമായി ദൂരീകരിച്ച് അവർക്ക് ലഭിക്കുന്ന വാഗ്ദാനം ചെയ്തിരിക്കുന്ന ആ പദവിയിലേക്ക്, മക്കൾ എന്ന പദവിയിലേക്ക് പ്രവേശിക്കപ്പെടുവാൻ ഇടയാക്കി തീർക്കുന്നു. ഇന്നിൻ്റെ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞ പ്രാർത്ഥന കേട്ടവൻ കൃപയ്ക്കായി സ്തോത്രം. സകലതും ഞങ്ങൾക്ക് വേണ്ടി ജീവൻ തന്നു യേശു ക്രിസ്തുവിന് ധന്യമായ നാമത്തിൽ താഴ്മയോട് അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയരീയ വചനങ്ങളാൽ കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ വാഴ്ചപ്പെട്ട കർത്താവിൻ്റെ വരവ് അടുത്തിരിക്കുന്നതിനാൽ അവൻ്റെ വരവിന് വേണ്ടി നമുക്ക് ഒരുങ്ങി കാത്തിരിക്കാം. മാറാനാഥ പ്രാണപ്രിയൻ തന്റെ ചങ്കിലേറ്റ